റവ് ക്ലൗഡ് കമാൻഡ് യൂസ് ചെയ്ത് റിവിഷൻ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യാം. REVC സ്പേസ് ബാർ സ്പേസ് ബാർ ഫോർ റെക്ടാങ്കിൾ റിവിഷൻ ക്ലൗഡ്. ഇനി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത റിവിഷൻ ക്ലൗഡ് ക്രിയേറ്റ് ആവുന്നതാണ്. ഇനി റിവിഷൻ ക്ലൗഡ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് REVC സ്പേസ് ബാർ ആർക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സ്പേസ് ബാർ. ഇനി ആർക്ക് ലെങ്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 250 എൻ്റർ ചെയ്യാം. 250 സ്പേസ് ബാർ. ഇനി നമ്മൾ റിവിഷൻ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്താൽ കാണാം ആർക്ക് ലെങ്ത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, റിവിഷൻ ക്ലൗഡ് സൈസ് കുറഞ്ഞിട്ടുണ്ട്. ചില ടൈമിൽ നമുക്ക് റിവേഴ്സ് റിവിഷൻ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയെന്ന് നോക്കാം. ഒരു നോർമൽ റിവിഷൻ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യാം റവ് ക്ലൗഡ് കമാൻഡ് യൂസ് ചെയ്ത്. ഇനി റവ് ക്ലൗഡ് കമാൻഡ് ഒന്നുകൂടെ എൻ്റർ ചെയ്യാം. REVC സ്പേസ് ബാർ O ഫോർ ഒബ്ജക്റ്റ്. ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോംപ്റ്റ് വരും റിവേഴ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ യെസ് കൊടുത്താൽ റിവിഷൻ ക്ലൗഡ് റിവേഴ്സ് ആവും.